നമസ്കാരം. മലപ്പുറം പാങ്ങ് സ്കൂളിലെ അധ്യാപകരും കുടുംബാംഗങ്ങളും കുട്ടികളുമൊക്കെയായി പോയ വിനോദയാത്രാ സംഘം വാൽപ്പാറയിൽ വാൻ മറിഞ്ഞ് മരിച്ച സംഭവത്തിന് ശേഷം കേരളത്തെ ഞെട്ടിച്ച വലിയ ഒരു സംഭവമാണ് തൃശ്ശൂർ കോടാലി കടമ്പോട് വീട്ടിൽ സിൽജോയുടെയും ജോൺസിയുടെയും മകനായ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൽജോ എന്ന പിഞ്ചു കുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ആൽജോയുടെ സഹോദരൻ അനോഷ് 10 വയസ്സുകാരനാണ്. അനോഷ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരളത്തെ തന്നെ വളരെയധികം ഞെട്ടിക്കുന്ന വളരെ ദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയാം. 2 കുരുന്നുകളെയാണ് വീടിനുള്ളിൽ വെച്ച് പാമ്പ് കടിച്ചിട്ടുള്ളത്. അതും വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഈ പാമ്പിനെ പിന്നീട് കണ്ടെത്തി. ഈ ചൂട് കൂടിയ സമയത്ത് ഇഴജന്തുക്കളുടെ ആക്രമണം വളരെയധികം വർദ്ധിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. വീട്ടിലെ ഹാളിനുള്ളിൽ കിടന്നിറങ്ങിയ കുഞ്ഞുങ്ങൾ ആദ്യം അവർക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു. 2 പേരും വയറുവേദന എടുക്കുന്നു എന്നാണ് അച്ഛനും അമ്മയോടും പറഞ്ഞത്. ഇവരാദ്യം വിചാരിച്ചത് തലേന്ന് കഴിച്ച ജ്യൂസിൻ്റെ കുഴപ്പമാണ്. ആ ജ്യൂസ് കാരണം വയറിന് അസുഖമുണ്ടായി എന്നാണ് കരുതിയിരുന്നത്. അതനുസരിച്ചാണ് ആദ്യം ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോൾ മാതാപിതാക്കൾ സ്വാഭാവികമായും ഡോക്ടർമാരോട് പറഞ്ഞത് തലേന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയാകാം എന്ന് സംശയിച്ചു. എന്നാൽ ആ പരിശോധനയിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് കണ്ടെത്തി. പിന്നീട് ഈ കുട്ടികളുടെ ശരീരം മുഴുവൻ പരിശോധിച്ചപ്പോഴാണ് പാമ്പ് കടിയേറ്റതെന്ന് സംശയിക്കുന്ന പാടുകൾ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പാമ്പ് കടി സ്ഥിരീകരിച്ചത്. അപ്പോഴേക്കും ഈ ആൽജോ മരിക്കുകയും ചെയ്തു. 2ാം ക്ലാസ് വിദ്യാർത്ഥി ആയിരുന്നു. ഓർക്കണം, വീട്ടിലെ ഹാളിനുള്ളിൽ കിടന്നിറങ്ങിയ ഈ കുഞ്ഞുങ്ങൾക്കാണ് പാമ്പ് കടിയേറ്റത്. എങ്ങനെ പാമ്പ് ഹാളിനുള്ളിലെത്തി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയൊന്നുമില്ല. പിന്നീട് അവർ വീട്ടിലെത്തി, മാതാപിതാക്കളും ഒക്കെ വീട്ടിലെത്തി നടത്തിയ തെരച്ചിലാണ് തലേണയ്ക്കടിയിൽ വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട ക്രൈറ്റ് ഇനത്തിൽപ്പെട്ട പാമ്പിൻ്റെ കുഞ്ഞിനെ കണ്ടെത്തിയത്. സാധാരണ നമുക്കിടയിൽ ഒരു ധാരണയുണ്ട്, പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ കടിച്ചാൽ, പാമ്പിൻ കുഞ്ഞുങ്ങളുടെ ദംശനം അങ്ങനെയുള്ള കടി വലിയ കുഴപ്പമുണ്ടാകില്ല എന്ന ഒരു വിചാരമാണ് നമ്മൾ പൊതുജനങ്ങൾക്കുള്ളത്. വളരെ തെറ്റായ ഒരു വിചാരമാണ് അതെന്നാണ് വിദഗ്ധർ അത് സംബന്ധിച്ച് സൂചന നൽകുന്നത്. അത് വലിയ പാമ്പുകളെ അപേക്ഷിച്ച്, അതായത് ഒരു പ്രായത്തിന് മുകളിലേക്ക് എത്തിയ പാമ്പുകളെ അപേക്ഷിച്ച് ഈ കടിക്കുമ്പോൾ ഈ വിഷം പമ്പ് ചെയ്യുന്ന വിഷത്തിൻ്റെ അളവ് വളരെയധികം കുറവാണ് ഈ കുഞ്ഞു പാമ്പുകൾക്ക്. ഈ കുഞ്ഞു പാമ്പുകൾക്ക് ഈ വിഷം അളവിൽ കുറവാണെങ്കിൽ പോലും ആ വിഷത്തിന് വളരെയധികം വീര്യമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വലിയ പാമ്പ് കൂടിയ അളവിൽ പമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന ആ ഒരു വിഷം, അല്ലെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ആ ഒരു വിഷം, എന്നാൽ ഈ ചെറിയ പാമ്പുകൾ കുറഞ്ഞ അളവിൽ ചെയ്യുമ്പോൾ ആ വിഷത്തിനാണ് വീര്യം കൂടുതൽ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ കുട്ടിപ്പാമ്പുകളുടെ പാമ്പിൻ കുഞ്ഞുങ്ങളുടെ കടിയേറ്റാൽ അളവ് കുറവെങ്കിലും അപകടം ഉറപ്പാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ കാലാവസ്ഥ അതിഭയങ്കരമായ ചൂടാണ്. നമുക്ക് വെളിയിലിറങ്ങാൻ പറ്റാത്ത പോലെയുള്ള ഒരു അന്തരീക്ഷമാണ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഈ ചൂട് കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ചൂടിനെ അതിജീവിക്കാൻ നമ്മൾ മനുഷ്യരെ പോലെ പക്ഷി മൃഗാദികൾക്കും വളരെയധികം ബുദ്ധിമുട്ട് നേരിടും. പാമ്പ് എന്നത് ശീതരക്ത ജീവിയാണ്. ഈ ശീതരക്ത ജീവിയായിട്ടുള്ള പാമ്പിന് ഈ അതികഠിനമായ അന്തരീക്ഷത്തിലെ ചൂട് കാരണം കൂടുതൽ തണുപ്പുള്ള സ്ഥലം തേടി ഈ പാമ്പുകൾ പോകും. അങ്ങനെ ആവണം ഇത് വീടുകൾക്കുള്ളിലേക്ക് കയറി വരിക എന്നാണ് പാമ്പിനെക്കുറിച്ച് പഠിക്കുന്ന വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. മൂർഖൻ, വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ എന്നീ പാമ്പുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയമാണിത്. അത് മാത്രമല്ല, ഏതാണ്ട് ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള സമയമാണ് പാമ്പുകൾ ഏറ്റവും അധികം വെളിയിൽ ഉണ്ടാകുന്ന സമയം. ഈ സമയത്ത് തന്നെയാണ് ഈ ശീതരക്തജീവികളായിട്ടുള്ള പാമ്പുകൾക്ക് ഈ അന്തരീക്ഷത്തിലെ ചൂട് താങ്ങാൻ പറ്റാതെ വരികയും കൂടുതൽ തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇവ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടുകൾക്കുള്ളിൽ തണുപ്പേറിയ സ്ഥലങ്ങളിലേക്ക് ഇവ വന്ന് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്ന പാമ്പായിരിക്കണം, ഈ പാമ്പിൻ്റെ കുഞ്ഞായിരിക്കണം ഈ 2 കുട്ടികളുടെയും കടിച്ചതും അതിൽ അൽജോ എന്ന് പറയുന്ന കുഞ്ഞിന് മരണം സംഭവിക്കുകയുണ്ടായത്. പിന്നെ നമുക്ക് ഈ പാമ്പുകളെ ഏറ്റവും കൂടുതൽ പാമ്പ് തനിയെ കയറി വരുന്നതിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിൽ വളർത്തുപൂച്ച, നായ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പാമ്പുകൾ നമ്മുടെ വീട്ടിലെത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം പൂച്ചയാണ് ഏറ്റവും കൂടുതൽ പാമ്പിനെ പിടിച്ചുകൊണ്ട് വരുന്നത്. പൂച്ച പിടിച്ചുകൊണ്ട് വരിക മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ ഏത് മുക്കിനും മൂലയിലും ജീവനോടുകൂടി ഈ പാമ്പിനെ കൊണ്ടിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഒന്നുകിൽ നമ്മൾ ചില പൂച്ചകളുണ്ട് യജമാനനൊപ്പമായിരിക്കും കിടക്കുക, യജമാനൻ്റെ പുതപ്പിനുള്ളിലായിരിക്കും കിടക്കുക, അല്ലെങ്കിൽ യജമാനൻ്റെ ശരീരത്തിന് മുകളിലായിരിക്കും കിടക്കുക. ഇങ്ങനെയുള്ള ഈ വളർത്തുമൃഗങ്ങൾ, ഈ പൂച്ച പാമ്പിനെ പിടിച്ചുകൊണ്ട് ഇടുന്നത് സർവ്വസാധാരണമാണ്. എനിക്ക് തോന്നുന്നു കീരിയേക്കാൾ കൂടുതൽ പാമ്പിനെ പിടിക്കുന്നതും പാമ്പിനെ കൊല്ലുന്നതും പൂച്ചയാണ്. അർത്ഥപ്രാണനുള്ള പാമ്പിനെയും കൊണ്ട് നമ്മുടെ വീടിനകത്ത് കൊണ്ടിടുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പാമ്പ് വീടിനുള്ളിലേക്ക് കയറാനുള്ള ഒരു കാരണം, അതായത് തൊട്ടടുത്ത് മരക്കാലുകൾ, അതായത് മരത്തിൻ്റെ ശിഖരങ്ങൾ, തെങ്ങിൻ്റെ ഓല, അതുപോലെ കേബിൾ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ടെലിവിഷൻ്റെയും കേബിൾ ടിവിയുടെയൊക്കെ കേബിൾ, ഇതൊക്കെ മുഖേന വീടിനുള്ളിലേക്ക് ഈ പാമ്പുകൾക്ക് ഇറങ്ങി വരാൻ സാധിക്കും എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിലൂടെ ഈ പാമ്പുകൾ, മൂർഖൻ പോലെയുള്ള പാമ്പുകൾ ഈ മരത്തിലൂടെ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എത്തുന്ന പാമ്പുകൾ നമുക്ക് തണുപ്പുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത്, വീടിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക്, ചിലപ്പോൾ അത് നമ്മുടെ കിടക്കയുടെ അടിയിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കാം, അങ്ങനെ തണുപ്പ് പറ്റി ഇങ്ങനെ ഇരിക്കുന്ന ഈ പാമ്പുകൾ ഏത് സമയം വേണമെങ്കിലും മനുഷ്യരെ കടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ ചില കടികൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഈ ക്രേറ്റ് എന്ന് പറയുന്ന വെള്ളിക്കെട്ടൻ്റെ കടിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നത്, ചില ഭാഗത്ത് പാടുകൾ പോലും പ്രത്യക്ഷപ്പെടില്ല എന്നാണ് ഇത് സംബന്ധിച്ച് വിദഗ്ധർ പല മാധ്യമങ്ങളിലൂടെയും പറഞ്ഞിട്ടുള്ളത്. പാമ്പുകൾ അതിജീവന സാധ്യത തേടിയാണ് തണുപ്പുള്ള ഇടത്തേക്ക് വരുന്നത്. അതിൽ നമ്മളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക്, ടെറസിലേക്കും അതുപോലെ റൂമിലേക്കും ജനാലകളിലേക്കുമൊക്കെ നിൽക്കുന്ന ഈ മരച്ചില്ലകളൊക്കെ നമ്മളത് അടിയന്തരമായിട്ട് മുറിച്ച് കളയണം. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള കാടുകൾ, കുറ്റിക്കാടുകൾ, ചെറിയ ചെറിയ മാലിന്യം ഇടുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പാമ്പ് ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും മാലിന്യം ചിതറി എറിയുന്ന ഭാഗങ്ങൾ, അതുപോലെ തന്നെ തണുപ്പേറിയ ബാത്റൂമിൻ്റെ സൈഡൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവ വന്ന് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു അപകടം നമ്മൾ തന്നെ മുൻകൂട്ടി അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറുണ്ട് വനംവകുപ്പിന് പാമ്പുകളെ പിടിക്കുന്നതിന് വേണ്ടി അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് പരിശീലനം സിദ്ധിച്ച 3600ഓളം സർപ്പ വോളണ്ടിയർമാർ നമുക്കിടയിലുണ്ട്. ഈ നമ്മുടെ പറമ്പിലോ നമ്മുടെ വീടിൻ്റെ വശങ്ങളിലോ ഒക്കെ പാമ്പിനെ കണ്ടാൽ ഇവരെ വിളിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആദ്യമായിട്ട് അതിന് വേണം ശ്രമിക്കാൻ. നമ്മൾ ചിലരൊക്കെ അല്പം കൂടെ സാഹസികത കാണിച്ച് നമ്മൾ തന്നെ പോയി പാമ്പിനെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പാമ്പിനെ പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ട് ഇത് ഈസിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പോയി പിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഈ മൂർഖൻ, ചേനത്തണ്ടൻ, അണലി, ഇതൊക്കെ വളരെ അപകടം പിടിച്ച പാമ്പുകളാണ്. ഏറ്റവും കൂടുതൽ വിഷം ഏറിയ പാമ്പുകളാണ്. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ ഇവയുടെ പ്രതികരണവും അതുപോലെ തന്നെ ആയിരിക്കും. നമ്മളെ ആക്രമിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇര പിടിക്കുന്ന കാര്യത്തിലാണെങ്കിലും, എലിയൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ, നമ്മുടെ വീട്ടിനകത്തൊക്കെ എലി ഉണ്ടെങ്കിൽ ഈ എലിയെ പിടിക്കുന്നതിന് വേണ്ടി പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാറുണ്ട്. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. നമ്മൾ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഇഴജന്തുക്കൾ കയറി വരുന്നതിന് തടയേണ്ടത്. പിന്നെ ഈ ചൂട് കാലമായതിനാൽ നമ്മളെല്ലാവരും വീട്ടിൽ AC ഉള്ളവരെല്ലാം അടച്ചുപൂട്ടി AC ഇട്ട് കിടന്നുറങ്ങും. പക്ഷേ അല്ലാത്ത ആൾക്കാരൊക്കെ ജനൽ തുറന്നിട്ടാണ് കിടന്ന് ഉറങ്ങുക. ഈ ജനൽ തുറന്നിടുന്നതും അപകടമാണ്. അതുപോലെ നമ്മുടെ ഭിത്തിയിലെ വിള്ളലുകൾ, ചെറിയ ചെറിയ ദ്വാരങ്ങൾ, ഇതൊക്കെ തന്നെ ഈ പാമ്പിന് കടന്നു വരാനുള്ള അവസരം ഒരുക്കും. അപ്പം അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേനൽക്കാലമാണ്. തണുപ്പ് തേടി നമ്മൾ വെറുതെ നിലത്ത് കിടക്കും. ചിലർ വീടിന് പുറത്തിറങ്ങി കിടക്കും, ചിലർ വീട്ടുമുറ്റത്ത് പായ വിരിച്ച് കിടക്കും, ചിലർ ടെറസിൽ കയറി പായ വിരിച്ച് കിടക്കും, ചിലർ വീട്ടിനുള്ളിൽ തന്നെ പായ വിരിച്ച് കിടക്കും. ഇതെല്ലാം അപകടമാണെന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം. കാരണം ഇങ്ങനെ കിടക്കുന്നത് ഈ ഇഴജന്തുക്കൾ, അതായത് പാമ്പുകൾക്ക് നമ്മുടെ ശരീരത്തിൽ ദംശനം ഏൽപ്പിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായ ഒരവസ്ഥയായിട്ടാണ് അവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിലത്ത് കിടക്കുന്നത്, വീടിന് പുറത്ത് കിടക്കുന്നതും പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മളെപ്പോലെ തന്നെ ചൂട് സഹിക്കാൻ കഴിയാത്ത ജീവികളാണ്. അപ്പോൾ വീടിന് ചുറ്റും പാമ്പിനെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ നമ്മൾ വനം വകുപ്പിൻ്റെ സർപ്പ വോളണ്ടിയർമാരെ ബന്ധപ്പെടണം. നേരത്തെ പറഞ്ഞ പോലെ 3600 സർപ്പ വോളണ്ടിയർമാരാണ് കേരളത്തിൽ അപ്പാടെ ഉള്ളത്. അതുപോലെ തന്നെ 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുണ്ട്. പരിശീലനം സിദ്ധിച്ച നിരവധി വോളണ്ടിയർമാരുണ്ട്. അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ തന്നെ RRT ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് പാമ്പിനെ പിടികൂടാൻ സഹായിക്കുന്നതിനായി ഒരു
നമ്പർ, ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ട്. അതിതാണ് 1800-425-4733. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ചുറ്റിനും നിങ്ങളുടെ പ്രദേശത്ത് എവിടെയെങ്കിലും പാമ്പുകളെ കണ്ടെത്തിയാൽ ഇത് വിളിച്ച് ഇവരെ അറിയിക്കുക. അത് വെള്ളിക്കട്ടനായിക്കോട്ടെ, അണലിയായിക്കോട്ടെ, മൂർഖനായിക്കോട്ടെ, എന്താണെങ്കിലും വിഷപ്പാമ്പുകളെ ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ആപത്തുണ്ടാകാൻ നോക്കാൻ നമ്മളാൽ ആവും വിധം ശ്രമിക്കുക.